ഓം ശ്രീ ആഞ്ജനേയ നമ. MSP4 ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. ഈ വീഡിയോയിൽ ഞാൻ അടുത്ത ഒരാഴ്ചത്തെ വാരഫലം ആണ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം 2025 മാർച്ച് 16 മുതൽ 22 വരെയുള്ള വാരഫലമാണ്, അത്രയും ദിവസത്തെ ഫലമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് അടുത്ത ഞായറാഴ്ച മുതൽ ശനിയാഴ്ച രാത്രി വരെയുള്ള ഫലമാണ് പറയുന്നത്. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. എല്ലാ വീഡിയോസും പരമാവധി ഒന്ന് ലൈക്ക് കൂടി ചെയ്തു പോവുക. അപ്പം ഈ ഒരു വാരഫല വീഡിയോ, ഈ ഒരു വാരഫലം ഞാൻ ചെയ്തിരിക്കുന്നത് കവടി പ്രശ്നത്തിലൂടെയാണ്. അതായത് ഓരോ രാശിക്കും ഓരോ തവണ കവടി പ്രശ്നം വെച്ച് 12 രാശിക്ക് 12 തവണ പ്രശ്നം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വാരഫല വീഡിയോ ഇത് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിക്കുന്നത്. മേടം രാശി മുതൽ മീനം രാശി വരെയുള്ള എല്ലാ നക്ഷത്ര ജാതകരെയും ഞാൻ ഈ ഇതിലൂടെ ഞാൻ കവടിയിൽ നോക്കി അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഗുണമേന്മകൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇതിനകത്തൂടെ പ്രസന്റ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. മാർച്ച് 16 മുതൽ 22 വരെയുള്ള ഫലമാണ് പറയുന്നത്. ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വൈകുന്നേരം വരെയുള്ള ഫലം. ആദ്യമായി മേടം രാശിയിൽ വരുന്ന നക്ഷത്ര ജാതകരായ അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം ഇവർക്ക് എങ്ങനെയാണ് ഈ ഒരാഴ്ച, എങ്ങനെയൊക്കെയാണ് ഒരു ദൈവികതയുണ്ടോ കാര്യങ്ങളോ നമുക്ക് നോക്കാം. കവടിയില് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഇവര് കുടുംബ ദേവത, അതായത് പരദേവതയെ കൂടുതലായിട്ട് ഈ നക്ഷത്ര ജാതകർ, മേടം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകര് പരദേവത കടാക്ഷം കൂടുതലായിട്ട് ആർജിച്ചെടുക്കണം എന്നാണ് കവടിയിൽ കാണിക്കുന്നത്. അതായത് എപ്പോഴും എന്ത് നല്ല കാര്യം ചെയ്താലും പരമാവധി ആ ഒരു കുടുംബ ദേവതയെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ തടസ്സങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല. അടുത്തായിട്ട് വീട്ടില് സമാധാനം കിട്ടണമെങ്കിൽ സുബ്രഹ്മണ്യ പ്രീതി അത്യാവശ്യമാണ്. സുബ്രഹ്മണ്യ ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് സന്ധ്യാസമയം സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രം കാര്യങ്ങളും ജപിക്കുകയാണെങ്കിൽ വീട്ടില് ഇങ്ങനെയുള്ള വീട്ടിൽ സമാധാന കുറവുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതാണ്. അതുപോലെ തന്നെ പഠനപരമായി പഠിക്കുന്ന കുട്ടികൾക്ക്, ഇപ്പം ഹയർ സ്റ്റഡീസ് ആണെങ്കിലും കുട്ടികൾക്ക് നല്ല സമയമാണ്. സ്റ്റുഡൻസിന് അവർക്ക് നല്ല രീതിയിൽ ഒരു ദൈവാധീനം കടാക്ഷിച്ചു നിൽക്കുന്ന സമയമാണ് അടുത്ത ഒരാഴ്ച. പ്രത്യേകിച്ച് സരസ്വതി കടാക്ഷം ലഭിക്കാനുള്ള സാധ്യതകൾ കവടിയിൽ കാണുന്നുണ്ട്. അപ്പൊ മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ സ്റ്റുഡൻസ് ദിവസവും സരസ്വതി മന്ത്രം രാവിലെ കുളിച്ച് ശുദ്ധിയായി ജപിക്കുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ്. അതുപോലെ തന്നെ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ ആഴ്ച കൂടുതലായിട്ട് കാണിക്കുന്നു. അടുത്ത മിത്രങ്ങൾ പോലും, അടുത്ത ബന്ധു മിത്രാദികൾ അവർ പോലും ശത്രുക്കളാകാനുള്ള സാധ്യത ആണ് ഈ മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരോട് സംസാരിക്കുമ്പോഴും ഒരു മിതത്വം, ആ ഒരു കൺട്രോൾ ചെയ്ത് സംസാരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ വായിൽ നിന്ന് എന്തെങ്കിലും അങ്ങനെ ഒരു നെഗറ്റീവ് ആ ഒരു രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അത് ശത്രുതയിൽ കലാശിക്കുന്ന ഒരു സാധ്യതയാണ് നിങ്ങളുടെ ഈ ഒരു കവടിയിൽ കാണാൻ കഴിഞ്ഞത്. അതുപോലെ വാഹനം ഓടിക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചോടിക്കുക, അപകട സാധ്യതകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ച് വാഹനം ഓടിക്കണം എന്ന് ഞാൻ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ വിവാഹം ആലോചന നടത്തുന്നവർക്ക് ഈ വരുന്ന ബുധനാഴ്ച വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷമേ നല്ല നല്ല ബന്ധങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പിക്കാവൂ. ബുധനാഴ്ച വരെ സമയം കുറച്ച് മോശമാണ്. നല്ല ആലോചനകൾ വരുവാണെങ്കിൽ, പ്രത്യേകിച്ച് പെണ്ണ് കാണാൻ പോവുക അങ്ങനെയുള്ള ആലോചനകളൊക്കെ വരികയാണെങ്കിൽ ബുധനാഴ്ച വരെ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. അതിനുശേഷമുള്ള ഏതെങ്കിലും ഡേറ്റ് എടുക്കുന്നതാണ് ശ്രേഷ്ഠം. അതുപോലെ മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകര് ചിലപ്പോൾ സർപ്പ
സർപ്പം, നാഗങ്ങളെയൊക്കെ സ്വപ്നം കാണാനുള്ള സാധ്യതകൾ കവടിയിൽ കാണുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും സ്വപ്നം കാണുകയോ ഒക്കെ ചെയ്താൽ തീർച്ചയായിട്ടും സർപ്പ പ്രീതി നേടണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം അങ്ങനെയുള്ള തടസ്സങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകൾ വരും. അപ്പം സർപ്പക്കാവ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി യഥാശക്തി വഴിപാട് സമർപ്പിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും നാഗക്ഷേത്രത്തിൽ പോയിട്ട് പുറ്റുമുട്ടയും സമർപ്പിക്കാം. അതല്ലെങ്കിൽ നൂറും പാലും അങ്ങനെയുള്ള വഴിപാടുകൾ സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ചിലവ് ഈ ഒരാഴ്ച നിങ്ങൾക്ക് നല്ല രീതിയിൽ കൂടി നിൽക്കാനുള്ള സാധ്യതയാണ് കവടിയിൽ കാണിക്കുന്നത്. ഭാഗ്യ തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതയും കാണിക്കുന്നു. അതായത് രാഹു നിമിത്തവും ചൊവ്വ നിമിത്തവും ഭാഗ്യപരമായിട്ടുള്ള തടസ്സം മേട കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ഈ ഒരാഴ്ച കാണുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് അടുത്ത ഒരാഴ്ച ഇത്രയും ഫലങ്ങളാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ ഒരു പൂർണ്ണമായ ദൈവാധീനത്തോടു കൂടി നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള തടസ്സങ്ങൾ കാര്യങ്ങളും മാറിക്കിട്ടും. അവർക്ക് പ്രത്യേകിച്ച് ജോലിപരമായിട്ട്, അതായത് കർമ്മരംഗത്ത് തടസ്സങ്ങളൊന്നും കാണിക്കുന്നില്ല. പ്രത്യേകിച്ച് പുതിയതായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് ഒക്കെ ആണെങ്കിലും, അതുപോലെ ജോലിയിൽ എന്തെങ്കിലും ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും അവർക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഈ ഒരാഴ്ച ഉണ്ടാവുന്നതല്ല. മനസമാധാനം, അതായത് ജോലിപരമായിട്ടുള്ള മനസമാധാനം ഈ ഒരാഴ്ച നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇത്രയാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്കുള്ള വാരഫലം. അടുത്തതായി ഇടവക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ കാർത്തിക അവസാന മുക്കാൽ ഭാഗം, അതുപോലെ രോഹിണി, മകയിരം ആദ്യ പകുതി, ഇവർക്ക് വാരഫലം, ഈ ആഴ്ചത്തെ വാരഫലം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ചന്ദ്ര അനുഗ്രഹം ഉണ്ട്. ഈ ഒരാഴ്ച അവർക്ക് ചന്ദ്രന്റെ അനുഗ്രഹം നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പം ദേവീക്ഷേത്രത്തിൽ ഒന്ന് പോയി തൊഴുക. അതല്ലെങ്കിൽ ദുർഗാദേവി ഒന്ന് മനസ്സിൽ ധ്യാനിക്കുകയാണെങ്കിൽ, സന്ധ്യാസമയം ധ്യാനിക്കുകയാണെങ്കിൽ പൂർണ്ണമായ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ സഹോദരങ്ങൾക്ക് ദോഷം കാണിക്കുന്നുണ്ട്. മീനക്കൂറിൽ വരുന്ന ഇടവക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് സഹോദരങ്ങൾക്ക് ദോഷം കാണിക്കുന്നുണ്ട്. വഴക്കിടാനുള്ള സാധ്യത, കുടുംബത്ത് സഹോദരപരമായിട്ടുള്ള വഴക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. മാതാവിന് നാഗദോഷം കാണിക്കുന്നുണ്ട്. അപ്പം നാഗപ്രീതി, അതല്ലെങ്കിൽ നാഗരാജാവ്, നാഗയക്ഷിയമ്മയെ ഒരു പ്രാർത്ഥിക്കുക, രാഹു മന്ത്രം ദിവസവും ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അർത്ഥകായം മഹാവീര്യം, ചന്ദ്രാദിത്യ വിമർദ്ദനം, സിംഹിക ഗർഭസംഭൂതം തം രാഹും പ്രണമാമ്യഹം, ദിവസവും ഈ ഒരു മന്ത്രം ജപിക്കുന്നത് മാതാവിന് വളരെ നല്ലതാണ്. അങ്ങനെയുള്ള ആരോഗ്യ ക്ലേശങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ കുട്ടികൾക്ക് ചീത്ത കൂട്ടുകെട്ടിൽ പോയി അങ്ങനെയുള്ള ഒരു ചീത്ത കൂട്ടുകെട്ട് ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കള്, സ്റ്റുഡൻസ്, കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ദാമ്പത്യപരമായിട്ട് ചെറിയ രീതിയിലുള്ള കലഹങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്ത് പോകാൻ സാധിക്കുന്നതാണ്. കാരണം ഒരു വഴക്ക് ഒഴിവാക്കാൻ അല്ലെങ്കിൽ ഒരു വഴക്ക് ഉണ്ടാക്കാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ പരമാവധി ആ ഒരു മനസ്സിനെ ഒന്ന് നിയന്ത്രിച്ചു പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള വഴക്കുകളൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അങ്ങനെ ദാമ്പത്യ കലഹങ്ങളും കാര്യങ്ങളൊക്കെ കവടിയിൽ കാണിക്കുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് ഈ ഒരാഴ്ച മുൻപോട്ട് പോവുക. വിവാഹ ആലോചന നടത്തുന്നവർക്ക് ഈ ഒരാഴ്ച ഒന്ന് ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പം ഏതെങ്കിലും ആലോചന ഒന്ന് സെറ്റ് ആവുകയാണെങ്കിൽ ഈ ഒരാഴ്ചക്കാലം അവര് നല്ല കാര്യങ്ങൾക്കൊക്കെ ഒന്ന് മാറ്റി വെക്കുക, ഒന്ന് മാറി നിൽക്കുക. കാരണം ഈ ഒരാഴ്ച ഒരു ഭാഗ്യക്കുറവ് പോലെ ഇങ്ങനെയുള്ള കാര്യത്തിന് കാണിക്കുന്നുണ്ട്. അപ്പം വിവാഹാലോചനകളൊക്കെ വരുവാണെങ്കിൽ അടുത്ത ആഴ്ചത്തെ ഏതെങ്കിലും നല്ല ഡേറ്റ് നോക്കി അങ്ങനെ കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. ഭാഗ്യ തടസ്സമായിട്ട് രാഹു നിൽക്കുന്നുണ്ട്. അപ്പം രാഹു മന്ത്രം ഞാൻ പറഞ്ഞ പോലെ ദിവസവും ജപിക്കുന്നത് വളരെ നല്ലതാണ്. അതല്ലെങ്കിൽ ഹനുമാൻ സ്വാമിക്ക് വടമാല സമർപ്പിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ്. കർമ്മരംഗത്തുള്ള തടസ്സങ്ങൾ ഇടവക്കൂറുകാർക്കും പറഞ്ഞിട്ടുണ്ട് കവടിയില്. അതുപോലെ കുടുംബത്ത് പിതാവിൽ നിന്നുള്ള ധനലാഭം, പിതാവിൽ നിന്ന് നിങ്ങൾക്ക് ധനം
കിട്ടാനുള്ള സാധ്യതകൾ ഈ ഒരു ഇടവ കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഒരു ജോലിയിലുള്ള സ്ഥാനഭ്രംശത്തിനുള്ള സാധ്യത, ഒരു ജോലിയിൽ നിന്ന് അടുത്ത ജോലിയിലേക്ക് കയറാൻ, അല്ലെങ്കിൽ ഒരു ജോലി ചിലപ്പം അത്ര കോംപ്ലിക്കേഷൻ ആണെങ്കിൽ അത് വിട്ടുമാറി അടുത്ത ജോലിയിലേക്ക് പോകാനുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള സാധ്യതകളും ഈ ഇടവക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. അപ്പം മൊത്തത്തില് പൂർണ്ണ ഒരു ദൈവാധീന കുറവ് പോലെ കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പരമാവധി സന്ധ്യാസമയം പരദേവത കുടുംബ ദേവിയെ പ്രാർത്ഥിക്കുക. അതുപോലെ നാഗ രാഹു മന്ത്രങ്ങൾ ജപിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചൊവ്വ മന്ത്രം ജപിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തടസ്സങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെയാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ഉള്ളത്. അടുത്തതായി മിഥുന കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ മകയിരം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം, ഇവർക്ക് ഈ ഒരു അടുത്ത ഒരാഴ്ച ശരീരക്ലേശം, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. ജ്യേഷ്ഠ സഹോദരന് ദോഷം കാണിക്കുന്നുണ്ട്. അതുപോലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പം കുട്ടികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കുടുംബപരമായിട്ട് വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം കാണിക്കുന്നുണ്ട് കവടിയില്. കുടുംബത്തില് നല്ലൊരു ഐക്യം, കുടുംബപരമായിട്ടുള്ള നല്ല ആ ഒരു പ്രസന്നത കാണിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരാഴ്ച ശത്രുക്കൾ ഉണ്ടെങ്കിൽ പോലും അത് ഏൽക്കുന്നതല്ല. ശത്രുക്കളുടെ യാതൊരു ഇന്റർഫറൻസ്, നിങ്ങളെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഏൽക്കുന്നതല്ല. കാരണം ആദിത്യ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് ശത്രുക്കളെല്ലാം മാറി നിൽക്കും ഈ ഒരാഴ്ച. അതുപോലെ കപ്പിൾസ് കപ്പിൾസ് തമ്മിലുള്ള ഒരു വഴക്ക്, കലഹത്തിനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അപ്പം അതൊന്ന് കണ്ടറിഞ്ഞൊന്ന് പരമാവധി വഴക്ക് ഇടാത്ത രീതിയിൽ ഒന്ന് ഉൾക്കൊണ്ടു പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള വഴക്കുകളൊക്കെ ഒഴിവാക്കാവുന്നതാണ്. വിവാഹ ആലോചന നടത്തുന്ന ആളുകൾക്ക് നാഗപ്രീതി അത്യാവശ്യമാണ്. നാഗരാജാവ് നാഗയക്ഷിയുമായി പ്രാർത്ഥിച്ചുകൊണ്ട് വിവാഹ ആലോചനകൾ നടത്തുകയാണെങ്കിൽ തടസ്സങ്ങൾ മാറി നല്ല ആലോചനകൾ വന്നു ചേരാനുള്ള സാധ്യത കവടിയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ ഭാഗ്യം ഉണ്ടാകും. മിഥുന കൂറിൽ വരുന്നവർക്ക് നല്ല രീതിയിലുള്ള ഭാഗ്യ കടാക്ഷം, മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള ഭാഗ്യം കടാക്ഷിച്ചു തന്നെ നിൽക്കുന്നു. ജോലിയിൽ ഉള്ള തടസ്സം ഈ ആഴ്ച നിങ്ങളെ നേരിടുന്നതാണ്. അത് പേടിക്കേണ്ട, അത് ഒരു താൽക്കാലികമായിട്ടുള്ള തടസ്സമാണ്, അത് മാറിക്കോളും. അതുപോലെ ചിലവ്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചിലവുകൾ വന്നു ചേരാനുള്ള സാധ്യത മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ആ ഒരു പ്രോപ്പർ ബഡ്ജറ്റോട് കൂടി പോവുകയാണെങ്കിൽ ചിലവുകളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് പോകാൻ സാധിക്കുന്നതാണ്. അടുത്തത് കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം, ഇവർക്ക് അടുത്തൊരാഴ്ച എങ്ങനെയാണ് എന്ന് നോക്കാം. കവടിയിൽ കണ്ടത് ശാരീരിക ബുദ്ധിമുട്ട് കർക്കിടക കൂറുകാർക്കും കാണിക്കുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള ശാരീരിക അസ്വസ്ഥത, അതുപോലെ തലവേദന, വിട്ടുമാറാത്ത തലവേദനകൾക്കുള്ള അങ്ങനെയുള്ള കാരണങ്ങൾ കാണിക്കുന്നുണ്ട്. അതുപോലെ സഹോദരങ്ങൾക്ക് നല്ല സമയമാണ്. കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ സഹോദരൻ, അങ്ങനെ സഹോദരങ്ങൾക്ക് പ്രത്യേകിച്ച് വിവാഹാലോചനകൾ നടത്തുന്ന സഹോദരന്മാരുണ്ടെങ്കിൽ, ജോലി സംബന്ധമായിട്ട് അന്വേഷിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ല സമയമാണ്. വീട്ടിൽ വഴക്കിന് സാധ്യത കാണിക്കുന്നുണ്ട്. അപ്പം കുടുംബ കലഹം ഉണ്ടാകാത്ത രീതിയിൽ ഒന്ന് പരമാവധി വഴക്കുകളൊക്കെ ഒന്ന് ഒഴിവാക്കി പോവുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഹയർ സ്റ്റഡീസിന് പോകാൻ ഒക്കെ പ്ലാനിങ് ഒക്കെ ഉള്ളവർക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന ഒരാഴ്ചയാണ് വരാൻ പോകുന്നത്. നിങ്ങൾ ഉദ്ദേശിച്ച നല്ല രീതിയിലുള്ള കോഴ്സുകളൊക്കെ സെലക്ട് ചെയ്യാൻ ഒരു ദൈവഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അതുപോലെ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഒരാഴ്ച. ദാമ്പത്യപരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ, കാര്യങ്ങളും ഈ ഒരു കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്കും കാണിക്കുന്നുണ്ട്. ജോലിയിൽ ഔദ്യോഗികപരമായിട്ട് പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല, ദൈവികത കാണിക്കുന്നുണ്ട്. അപ്പം ജോലിപരമായിട്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഈ ഒരാഴ്ച ഉണ്ടാവുകയില്ല. പക്ഷെ ചിലവ് കൂടി നിൽക്കുന്നു. ചിലവുകൾ നല്ല രീതിയിൽ കൂടി നിൽക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഗവൺമെന്റ് സർവീസിലൊക്കെ ട്രാൻസ്ഫേഴ്സ് ഒക്കെ
അങ്ങനെ റിക്വസ്റ്റ് കൊടുത്തവർക്കൊക്കെ അങ്ങനെയുള്ള ഒരു ദൈവികത കൊണ്ട് അവരുദ്ദേശിക്കുന്ന തലത്തിൽ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോട്ടൊക്കെ ട്രാൻസ്ഫർ കിട്ടാനുള്ള സാധ്യത, പോസ്റ്റിങ്ങിനൊക്കെയുള്ള സാധ്യതകൾ, കാര്യങ്ങളൊക്കെ ആ ഒരു ദൈവികതയും ഈ കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. ഇത്രയൊക്കെയാണ് കർക്കിടക കൂറുകാർക്ക് അടുത്ത ഒരാഴ്ചത്തെ ഫലം. അടുത്തതായി ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ മകം, പൂരം, ഉത്രം, കാൽഭാഗം ഇവർക്ക് കബഡിയിൽ കണ്ടത് നല്ല രീതിയിലുള്ള അലസത, മടി, എന്ത് കാര്യത്തിനും മടിയാണ്. മടി കാരണം അവരുദ്ദേശിക്കുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ വരുന്നു. പ്രത്യേകിച്ച് സഹോദരനുള്ള ദോഷം കാണിക്കുന്നുണ്ട്. സുബ്രഹ്മണ്യ കടാക്ഷം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ദോഷം കാര്യങ്ങളെല്ലാം മാറും. അതുപോലെ വീട്ടില് പുതിയതായിട്ട് വീട് പണിയൊക്കെ ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. അവർക്ക് അതിനുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാനും ഒരു ദൈവികത കാണുന്നുണ്ട്. വീട് പണിയൊക്കെ ചെയ്യുന്നവർക്ക് അടുത്തൊരാഴ്ച നല്ല സമയമാണ്. അതുപോലെ പുതിയ വാഹനം ഒക്കെ എടുക്കാൻ പ്ലാനിങ് ഒക്കെ ചെയ്യുന്നവർക്ക് അടുത്തൊരാഴ്ച നല്ല സമയമാണ്. ആ ഒരു ദൈവികതയോടുകൂടി നിങ്ങൾക്ക് ആ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ സഹായകരമാകുന്നു. ശത്രുക്കൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ദോഷം നിങ്ങൾക്ക് ഉണ്ടാവുന്നതല്ല. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ശത്രുക്കളുണ്ട്, പക്ഷെ ഈ ഒരാഴ്ച ശത്രുദോഷം അങ്ങനെ കാര്യമായിട്ട് ബാധിക്കുകയില്ല. അതിന്റെ ദൈവാധീനം ഉള്ളത് കൊണ്ട് അങ്ങനെ ബാധിക്കുകയില്ല. അതുപോലെ ദാമ്പത്യപരമായിട്ടുള്ള കലഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ ഒരാഴ്ച ഒരു ദൈവാധീനം, ആ ഒരു വിഷ്ണു അനുഗ്രഹം ഉള്ളത് കൊണ്ട്, വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് ഈ ഒരാഴ്ച അങ്ങനെയുള്ള വഴക്കുകളൊക്കെ മാറി നിൽക്കുന്നതാണ്. ആ ഒരു ദാമ്പത്യപരമായിട്ട് നല്ല ഒരു ഐക്യത്തോടു കൂടി പോകാൻ സഹായകരമാകുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. അതുപോലെ വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി വാഹനങ്ങൾ ഓടിക്കാൻ ശ്രമിക്കുക. അപകട സാധ്യതകളൊക്കെ കാണിക്കുന്നുണ്ട്. ജോലിക്ക് പുതിയതായിട്ട് ശ്രമിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. അവരുദ്ദേശിക്കുന്ന രീതിയിൽ നല്ല ശ്രേണിയിൽ എത്തിച്ചേരാനുള്ള ഒരു കടാക്ഷം, ദൈവികത ഉണ്ടാകുന്നു. നിങ്ങൾക്ക് ധനപരമായിട്ട് ഇഷ്യൂസ് ഒന്നും കാണിക്കുന്നില്ല, പക്ഷെ ചിലവ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നല്ല രീതിയിലുള്ള ചിലവുകൾ, പെട്ടെന്നുള്ള ചിലവുകൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ലൊരു ബഡ്ജറ്റോടുകൂടി ആദ്യമേ നല്ല ബഡ്ജറ്റിൽ പോയാൽ അങ്ങനെയുള്ള ചിലവുകളൊക്കെ നിങ്ങൾക്ക് നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുന്നതാണ്. ഇതൊക്കെയാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്കുള്ള ഈ ഒരാഴ്ചത്തെ ഫലം. കന്നി കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരെ അടുത്ത് നോക്കാം. ഇവർക്ക് അടുത്ത ഒരാഴ്ച എങ്ങനെയാണെന്ന് നോക്കാം. കന്നി കൂറ് നക്ഷത്ര ജാതകരായ ഉത്രം അവസാന മുക്കാൽ ഭാഗം, അതുപോലെ അത്തം, ചിത്തിര പകുതി ഇവർക്ക് നാഗപ്രീതി അത്യാവശ്യമായിട്ടും നേടണം. കാരണം സർപ്പദോഷം കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതുപോലെ സഹോദരങ്ങൾക്ക് നല്ല സൗഖ്യമുണ്ടാവും ഈ ഒരാഴ്ച. സുഹൃത്തുക്കൾ വഴി ടൂറ് കാര്യങ്ങളൊക്കെ പോകാനും, അതുപോലെ ക്ഷേത്ര ദർശനം, പിൽഗ്രിമേജ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു ഭാഗ്യം നിങ്ങൾക്ക് ഈ ഒരാഴ്ച കടാക്ഷിച്ചു നിൽക്കുന്നു. ദൈവികപരമായിട്ടുള്ള ക്ഷേത്ര ദർശന ഭാഗ്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഹയർ സ്റ്റഡീസിന് പോകാൻ പ്ലാനിങ് ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ നല്ല സമയമാണ്. അവരുദ്ദേശിച്ച നല്ല കോഴ്സുകളൊക്കെ സെലക്ട് ചെയ്യാൻ, അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഉള്ള ഒരു സമയം, ആ ഒരു ദൈവികത നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ വിവാഹപരമായിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നവർക്ക് പരദേവത കടാക്ഷം ഉണ്ടെങ്കിൽ തടസ്സങ്ങൾ മാറി നിൽക്കുന്നതാണ്. അതാണ് കബഡിയിൽ കണ്ടത്. അതല്ലെങ്കിൽ അങ്ങനെയുള്ള തടസ്സങ്ങൾ വന്നു ചേരാനുള്ള സാധ്യത കാണിക്കും. രാഹു സംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് സർപ്പപ്രീതി അത്യാവശ്യമായിട്ടും ചെയ്യണം. ജോലിക്ക് ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് പുതിയ ജോലിയിൽ കയറാനുള്ള ഭാഗ്യങ്ങളൊക്കെ കിട്ടുന്നു. അതുപോലെ വിദേശത്ത് ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് വിസ ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ദൈവികപരമായിട്ട് അതിനുള്ള ഒരു പരിഹാരം കാര്യങ്ങളും എല്ലാം ഉണ്ടാകുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ചിലവ് കൂടി നിൽക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള ചിലവുകൾ കൂടി നിൽക്കുന്നു. ഇതൊക്കെയാണ് കന്നി കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് അടുത്ത ഒരാഴ്ചക്കാലം ഇതൊക്കെ ഈ ഒരു ഫലമാണ് ഉണ്ടാകുന്നത്. അടുത്ത തുലാം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം ഇവർക്ക് ആരോഗ്യപരമായിട്ട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ മാറി നിൽക്കും ഈ ഒരാഴ്ച. അതുപോലെ കുടുംബ വഴക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഞങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഒന്ന്
ഒന്ന് മയപ്പെടുത്തി സംസാരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അത് നല്ല രീതിയിലുള്ള വഴക്കുകൾ ആയി തീരാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അമ്മയ്ക്ക് കുടുംബപരമായിട്ട് കുടുംബക്ഷേത്രത്തിൽ എന്തെങ്കിലും നേർച്ച കാര്യങ്ങൾ ചെയ്യുക. കാരണം ഈ തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ മാതാവിന് ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതുപോലെ കുടുംബക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തുക, അതല്ലെങ്കിൽ കുടുംബ ദേവിയെ ഒന്ന് മനസ്സിൽ ധ്യാനിക്കാൻ പറയണം. അങ്ങനെയുള്ള ക്ലേശങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് സമയം നല്ലതല്ല. പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിന് പോകാൻ പ്ലാനിങ് ഒക്കെ ചെയ്യുന്നവർക്ക് അടുത്ത ഒരാഴ്ച നല്ല സമയമല്ല. ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത നിങ്ങൾക്കും ഈ തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്കും കാണിക്കുന്നുണ്ട്. വിവാഹപരമായിട്ട് തടസ്സം ഈ ഒരാഴ്ച കൂടി നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അതിനുശേഷം നല്ല രീതിയിലുള്ള പ്രപ്പോസൽസ് വന്നു ചേരാനുള്ള ഭാഗ്യം ഉണ്ടാവുന്നു. ദാമ്പത്യപരമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യത തുലാക്കൂറുകാർക്ക് കാണിക്കുന്നുണ്ട്. അപ്പം വഴക്കുകൾ ഉണ്ടാവാത്ത രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് പോകാവുന്നതാണ്. ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും കാണിക്കുന്നില്ല. ആ ഒരു വ്യാഴ കടാക്ഷം നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് ആരോഗ്യം, എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്ക് ആരോഗ്യം മെച്ചപ്പെടും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറും. ശനി ദോഷം ചെയ്യാതെ മാറി നിൽക്കുന്ന ഒരാഴ്ചയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ശനി സംബന്ധമായ എന്തെങ്കിലും തടസ്സങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത ഒരാഴ്ച അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ മാറി നിൽക്കാനുള്ള സാധ്യത, ദൈവികത നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. ജോലിക്ക് പുതിയതായിട്ട് ശ്രമിക്കുന്നവർക്കും അതുപോലെ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ല സമയമാണ് അടുത്ത ഒരാഴ്ച. ദൈവികത ഉള്ള ഒരു സമയമാണ്. ഇതൊക്കെയാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. അടുത്ത വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരെ കുറിച്ച് നമുക്ക് നോക്കാം. വൃശ്ചിക കൂറിൽ ഉള്ള നക്ഷത്ര ജാതകരായ വിശാഖം അവസാന കാൽഭാഗം, അതുപോലെ അനിഴം, തൃക്കേട്ട, ഇവർക്ക് എങ്ങനെയാണ് അടുത്ത ഒരാഴ്ച വരാൻ പോകുന്നത്? ശാരീരികപരമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ മാറി നിൽക്കുന്നു. നല്ല ഉന്മേഷം കിട്ടാനുള്ള ഒരു സമയമാണ്. ആ ഒരു ദൈവികത കാണിക്കുന്നു. കുടുംബത്ത് വഴക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള വഴക്കുകൾ ഉണ്ടാവാതെ ഒന്ന് സൂക്ഷിക്കുക. വീട് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അടുത്ത ഒരാഴ്ച അവരുടെ ഒരു പണി ഒന്ന് സ്ലോ ആകാനുള്ള സാധ്യത, എന്തെങ്കിലും കാരണം കൊണ്ട് ഒന്ന് ഡിലേ ആകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഒരു തടസ്സം കാണിക്കുന്നുണ്ട്. അതുപോലെ അമ്മാവന്മാർക്ക്, അമ്മാവന്, അങ്കിൾ, അവർക്ക് ദോഷം കാണിക്കുന്നുണ്ട്. വാഹനം എടുക്കാൻ ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. അവർക്ക് വാഹനം എടുക്കാം. അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ അവർക്ക് തീർച്ചയായിട്ടും ദൈവം കടാക്ഷിക്കുന്നതാണ്. നല്ല രീതിയിൽ വാഹനങ്ങൾ എടുക്കാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക്, തീരുമാനങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും എടുക്കാൻ സാധിക്കുന്നു. ശത്രുപരമായിട്ട് ഈ ഒരാഴ്ച നിങ്ങൾക്ക് അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാകുന്നതല്ല. ദാമ്പത്യപരമായിട്ട് ഉള്ള കലഹങ്ങൾ ഒക്കെ കാണിക്കുന്നു. പ്രത്യേകിച്ച് ചൊവ്വ ദശ ഉള്ളവർക്ക്, ഈ വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്ര ജാതകത്തിലെ ചൊവ്വ ദശ ഉള്ളവർക്ക് കുടുംബ കലഹം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് വരാൻ പോകുന്നത്. ഭാഗ്യപരമായിട്ട് നല്ല ഐശ്വര്യങ്ങൾ കാണിക്കുന്നു. അതുപോലെ പുതിയ ജോലിക്കൊക്കെ കയറാൻ ശ്രമിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. ധനപരമായിട്ട് ലാഭം കാണിക്കുന്നു. ഇതൊക്കെയാണ് വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് പറയാനുള്ളത്. ആ ജാതകർക്ക് ഇത്രയും കാര്യങ്ങളാണ് ഫലമായിട്ട് അടുത്ത ഒരാഴ്ച വരാനുള്ളത്. അടുത്തത് ധനു കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ ഫലം നോക്കാം. മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗം, ഇവർക്ക് ശാരീരികപരമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപകട സാധ്യതകൾ കാണുന്നുണ്ട്. വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് ശ്രദ്ധയോടുകൂടി ഓടിക്കാൻ ശ്രമിക്കുക. അതുപോലെ ദേഹം മുറിയാനുള്ള സാധ്യതകൾ, പ്രത്യേകിച്ച് പിച്ചാത്തി അങ്ങനെയുള്ള നൈഫൊക്കെ എടുക്കുമ്പോൾ ദേഹം മുറിയാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതൊക്കെ ഒന്ന് വളരെ ശ്രദ്ധിച്ച് പോകുക. പിതാവിൽ നിന്നും ധനലാഭം, എന്തെങ്കിലും കാര്യങ്ങൾ ഒക്കെ തരാൻ പിതാവിന് അങ്ങനെയുള്ള നല്ല മനസ്സുകൾ തോന്നിക്കാനുള്ള ഒരു സമയം കൂടിയാണ്. സഹോദരിക്ക് ദോഷം പറയുന്നു. ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ സഹോദരിമാർക്ക് നല്ല ഒരു ദോഷം കാണിക്കുന്നു. അതുപോലെ പ്രഗ്നന്റ് ആയിട്ടുള്ള, ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക്
വിഷ്ണു ഭഗവാന്റെ കടാക്ഷം കവടിയിൽ കാണിക്കുന്നുണ്ട്. അവർക്ക് അങ്ങനെയുള്ള ആരോഗ്യ ക്ലേശങ്ങൾ അങ്ങനെ ഒന്നും ഈ ആഴ്ച ബാധിക്കുന്നതല്ല, പൂർണ്ണ അനുഗ്രഹം ഉണ്ടാകുന്നതാണ്. ശത്രുക്കൾ നിമിത്തം വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ശത്രുക്കൾ പുതിയതായിട്ട് ഉണ്ടാവാത്ത രീതിയിൽ ചിലപ്പോൾ അടുത്ത ഫ്രണ്ട്സ് ആയിരിക്കും ശത്രുക്കളാകാൻ സാധ്യത. അപ്പം നിങ്ങൾ ഒന്ന് കണ്ടറിഞ്ഞ്, ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് കണ്ടറിഞ്ഞ് നിൽക്കുക. കുടുംബത്ത്, ഫാമിലിയിൽ ചെറിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ ജോലിക്ക് നല്ല രീതിയിലുള്ള ഒരു ക്ലേശം ഈ ഒരാഴ്ച നിങ്ങൾക്ക് കാണിക്കുന്നു, ബുദ്ധിമുട്ട് കാണിക്കുന്നു. ഇപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ ഒരാഴ്ച അത് ആ ഒരു ദൈവാധീന കുറവ് കൊണ്ടാണ്. അപ്പം ഒരു കുടുംബ ദേവതയൊന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ വിഘ്നേശ്വര എന്തെങ്കിലും ഗണപതി ഹോമം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള തടസ്സങ്ങൾ കാര്യങ്ങളൊക്കെ മാറുന്നതാണ്. പുതിയതായിട്ട് ജോലിക്ക് പ്രവേശിക്കാൻ പോകുന്നവർക്കും ഈ ഒരാഴ്ച അത്ര നല്ലതല്ല. ജെൻസിന്, പുരുഷന്മാർക്ക് ചിലവ് കൂടാനുള്ള സാധ്യത കാണിക്കുന്നു. പുരുഷന്മാർക്ക് അടുത്ത ഒരാഴ്ച നല്ല രീതിയിലുള്ള ചിലവ് കൂടി നിൽക്കാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. അതുപോലെ സ്ത്രീകൾക്കാണെങ്കിൽ ചിലവ് ചുരുക്കാൻ സാധിക്കുന്നു. പുരുഷന്മാർക്കാകും ചിലവ് കൂടാനുള്ള സാധ്യത, പക്ഷെ സ്ത്രീകൾക്ക് ചിലവ് കുറഞ്ഞു നിൽക്കുന്നു, പുരുഷന്മാർക്ക് കൂടുന്നു. ഇതാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. അടുത്തത് മകരക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, പകുതി. ഇവർക്ക് സ്ത്രീകൾക്ക് നല്ല രീതിയിലുള്ള സമാധാനം ഉണ്ടാവും അടുത്ത ഒരാഴ്ച. അതുപോലെ ദേവാലയ ദർശനത്തിനുള്ള ഭാഗ്യം, അങ്ങനെയുള്ള കടാക്ഷങ്ങൾ ഒക്കെ കിട്ടുന്നതാണ്. വീട് പണിക്ക് ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവുന്നു. അപ്പം അത് പൂർണ്ണമായ തടസ്സമല്ല, അടുത്ത ഒരാഴ്ചത്തേക്കുള്ള ചെറിയ രീതിയിലുള്ള തടസ്സങ്ങളാണ് കാണിക്കുന്നത്. ഈ ഒരു കവിതയിൽ കാണിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം അതിന് ഗണപതി ഹോമം ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ്. കുട്ടികൾക്ക് വളരെ നല്ല സമയമാണ്. അവർക്ക് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ തീരുമാനമെടുക്കാൻ, ഹയർ സ്റ്റഡീസിനൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിലുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് വരാൻ പോകുന്നത്. വാഹനം ഓടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോടിക്കുക, അപകട സാധ്യതകൾ കാണുന്നുണ്ട്. ശത്രുക്കൾ പുതിയതായിട്ട് വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. അപ്പം അടുത്തതായിട്ട് വിവാഹ ആലോചനകളൊക്കെ നടത്തുന്നവർക്ക് ഉള്ള തടസ്സങ്ങൾ കാണിക്കുന്നു. അതായത് രാഹു പരമായിട്ടുള്ള സർപ്പദോഷ കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. വിവാഹപരമായിട്ടുള്ള ആലോചന നടത്തുന്നവർക്ക് ഒരു സർപ്പ കടാക്ഷത്തോടു കൂടി പോവുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പുതിയ ജോലിക്ക് പ്രവേശിക്കുന്നവർക്ക് നല്ല സമയമാണ്. അവർക്ക് നല്ല രീതിയിൽ നല്ല ശ്രേണിയിൽ എത്തിപ്പെടാൻ ഉള്ള ഒരു ഡിസിഷൻ എടുക്കാനും നല്ല ജോലിക്ക് കയറാനുമുള്ള ഭാഗ്യം അവർക്ക് ഉണ്ടാവുന്നു, ദൈവികത ഉണ്ടാവുന്നു. അതുപോലെ ഗൾഫിലേക്കൊക്കെ ജോലിക്ക് പോകുന്നവർ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള ദൈവികത തെളിഞ്ഞു നിൽക്കാനുള്ള ഒരു സമയമാണ് അടുത്ത ഒരാഴ്ച. ആർക്കും കടം കൊടുക്കരുത്. കാരണം കടം കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ ശത്രുതയിലേക്ക് കലാശിക്കും. അങ്ങനെയുള്ള കടം കൊടുക്കാതിരിക്കുക. കടം കൊടുത്തു കഴിഞ്ഞാൽ അവര് പൂർണ്ണമായും ശത്രുക്കളായി തന്നെ മാറുന്നു. അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായി കുംഭക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ അവിട്ടം, പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ ഭാഗം. ഇവർക്ക് ശാരീരികപരമായിട്ടുള്ള അസ്വസ്ഥതകൾ കാണിക്കുന്നുണ്ട്. അതായത് ബാഹ്യപരമായിട്ടുള്ള അസ്വസ്ഥതകൾ, നയന സംബന്ധമായ പ്രശ്നം, തലവേദന, എപ്പോഴും ക്ഷീണം, അങ്ങനെയുള്ള ആ ഒരു ഉന്മേഷക്കുറവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. സഹോദരിക്ക് വിവാഹം അങ്ങനെയുള്ള ആലോചനകളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ നല്ല ബന്ധങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഒരു ഭാഗ്യം കാണിക്കുന്നുണ്ട്. പരദേവതാ പ്രീതി അത്യാവശ്യമായിട്ടും നേടണം. പ്രത്യേകിച്ച് എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും പരദേവതാ കടാക്ഷം മസ്റ്റാണ്. വീട് പണിക്ക് ഉള്ള തടസ്സങ്ങൾ കാണിക്കുന്നുണ്ട്, അത് മാറ്റിയെടുക്കുക. അപ്പം അതുപോലെ കുട്ടികൾക്ക് ഉള്ള ഒരു നാഗദോഷം, അത് 100 പാലും അങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള നാഗദോഷം കാര്യങ്ങളും മാറി നിൽക്കുന്നതാണ്. ശത്രുക്കൾ ഉണ്ടെങ്കിൽ ഈ ഒരാഴ്ച പേടിക്കേണ്ട. ശത്രുപരമായിട്ടുള്ള ദോഷങ്ങൾ കാര്യങ്ങളൊന്നും നിങ്ങളെ ഏൽക്കുന്നതല്ല. അതുപോലെ കല്യാണം ആലോചിക്കുന്നവർക്ക് നല്ല സമയമാണ്. നല്ല രീതിയിലുള്ള ബന്ധങ്ങളൊക്കെ വന്ന് ചേരാനുള്ള ആ ഒരു ഭാഗ്യം, ആ ഒരു കടാക്ഷം കവടിയിൽ കാണിക്കുന്നുണ്ട്. കാരണം കുറെ നാളുകളായിട്ട് വിവാഹം ആലോചിച്ചിട്ട് നടക്കാതെ നിൽക്കുന്നവർക്കൊക്കെ ഈ ഒരാഴ്ച ഉള്ള ഒരു പോസിറ്റീവ്, ആ ഒരു ദൈവികത, ആ ഒരു സ്ഥാനം കാണിക്കുന്നുണ്ട്. പിന്നെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക. എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്നവർ പുറത്തു നിന്നുള്ള ഭക്ഷണം ഈ ഒരാഴ്ച ഒഴിവാക്കണം. കാരണം ഫുഡ് പോയിസൺ അങ്ങനെയുള്ള സാധ്യതകൾ കവടിയിൽ കണ്ടു. അപ്പം കുംഭക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരെ അവിട്ടം, പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ ഭാഗം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. വൃത്തിഹീനമായിട്ടുള്ള ഭക്ഷണം ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്.
അത് കവടിയിൽ കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. അടുത്തതായി മീന കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ പൂരുരുട്ടാതി മുക്കാൽ ഭാഗം, ഉത്രട്ടാതി രേവതി, ഇവർക്ക് ഹെൽത്ത് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്നു. തെന്നി വീഴാനൊക്കെയുള്ള സാധ്യതകൾ, പ്രത്യേകിച്ച് അടുക്കള അതുപോലെ ടോയ്ലറ്റിലൊക്കെ പോകുമ്പോൾ അങ്ങനെയുള്ള വീഴാനുള്ള സാധ്യതകളൊക്കെ കാണിക്കുന്നു. അപ്പോൾ അതുപോലെ നയന സംബന്ധമായിട്ടുള്ള ഒരുപാട് സ്ട്രെയിൻ ഒക്കെ ഉണ്ടാവുന്നു. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലുള്ള അങ്ങനെയുള്ള മൊബൈൽ ഫോൺസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. കാരണം നയന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്നു. അച്ഛന് ദോഷം കാണിക്കുന്നുണ്ട്. സഹോദര വഴക്ക് ഇടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അമ്മയ്ക്ക് മനക്ലേശം, അതുപോലെ മനക്ലേശം കാണിക്കുന്നുണ്ട്. കുട്ടികൾക്ക് വളരെ നല്ല സമയമാണ്. ശത്രുക്കൾ പുതിയതായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. ഭാഗ്യ കടാക്ഷം ഉണ്ടാകും. കുടുംബ ദേവതാ കടാക്ഷം ഉണ്ടെങ്കിൽ ഭാഗ്യപരമായിട്ട് നല്ല രീതിയിൽ ഉയരാനുള്ള സാധ്യത നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ജോലിക്ക് സർപ്പ പ്രീതി ഉണ്ടെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. പക്ഷെ പുതിയതായിട്ട് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല സമയമല്ല അടുത്ത ഒരാഴ്ച. സർപ്പപ്രീതി അത്യാവശ്യമായിട്ടും ചെയ്യണം. ചിലവ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. അതാണ് നിങ്ങളുടെ ഒരു ഗുണം. മീന കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ചിലവ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. ഇതൊക്കെയാണ് ഈ അടുത്ത ഒരാഴ്ചത്തെ നക്ഷത്ര ഫലം. അപ്പം 12 കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ ഫലമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ദോഷ അങ്ങനെ കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിന്റെ താഴെ, വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ രേഖപ്പെടുത്തുവാണെങ്കിൽ എന്റെ പ്രാർത്ഥനയിൽ തീർച്ചയായും നിങ്ങളെ കൂടി ചേർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. പേരും നക്ഷത്രവും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.